ഹലോ, പോളിടെക്നിക് ലെക്ചറർ ഇലക്ട്രോണിക്സിൻ്റെ മൊഡ്യൂൾ 1 സിലബസിൻ്റെ മാരത്തോൺ MCQസുമായിട്ടാണ് ഞാനിവിടെ വന്നിരിക്കുന്നത്. പാർട്ട് 1ലേക്ക് നമുക്ക് പോവാം. എൻ്റെ പേര് ഷിജു. ആദ്യത്തെ ചോദ്യം, an active device is one which mechanically controls electron flow ആണോ, electrically controls electron flow ആണോ, ന്യൂമാറ്റിക്കലി കൺട്രോൾസ് ഇലക്ട്രോൺ ഫ്ലോ ആണോ, അതോ ഓട്ടോമാറ്റിക്കലി കൺട്രോൾസ് ഇലക്ട്രോൺ ഫ്ലോ ആണോ? അപ്പോൾ ആക്റ്റീവ് ഡിവൈസ് നമുക്കറിയാം. ആക്റ്റീവ് ഡിവൈസ് എന്ന് പറഞ്ഞാൽ എന്താണ് ചെയ്യുക? അത് ഇറ്റ് ഇലക്ട്രിക്കലി കൺട്രോൾസ് ഇലക്ട്രോൺ ഫ്ലോ. അപ്പോൾ ബി ആണ് ഉത്തരം. ഓക്കെ, അപ്പോൾ ഇറ്റ് ഈസ് എൻ സർക്യൂട്ട് കോമ്പൗണ്ട് കേപ്പബിൾ ഓഫ് കൺട്രോളിങ് ഇലക്ട്രോൺ ഫ്ലോ ത്രൂ ഇലക്ട്രിക്കൽ മീൻസ്. അപ്പോൾ ആക്റ്റീവ് ആയിട്ടുള്ള കോമ്പണൻസ് എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ്? ട്രാൻസിസ്റ്റേഴ്സ്, ഓപ്പ് ആമ്പ്, ഇതൊക്കെയാണ് നമ്മുടെ ആക്റ്റീവ് ആയിട്ടുള്ള ഡിവൈസസ് എന്ന് പറയുന്നത്. അതിന് എന്തൊക്കെ ചെയ്യാൻ പറ്റും? ആംപ്ലിഫൈ ചെയ്യാൻ പറ്റും, സിഗ്നൽസ് ആംപ്ലിഫൈ ചെയ്യാൻ പറ്റും. എന്നിട്ട് ഒരു എക്സ്റ്റേണൽ പവർ സോഴ്സ് വെച്ചിട്ടായിരിക്കും ആക്ട് ചെയ്യുന്നത്, പക്ഷെ അതിന് സിഗ്നൽസിനെ ആംപ്ലിഫൈ ചെയ്യാൻ പറ്റും. ഓക്കെ, ട്രാൻസിസ്റ്റർ, ഓപ്പ് ആമ്പ് ഒക്കെയാണ് നമ്മൾ ആക്റ്റീവ് ഡിവൈസസിന് എക്സാമ്പിളായിട്ട് പറയാം. പാസീവ് ഡിവൈസസിനോ LCR. ഓക്കെ, അതായത് ഇൻഡക്ടർ, കപ്പാസിറ്റർ, റെസിസ്റ്ററും. ഓക്കെ, അതാണ് പാസീവ് ഡിവൈസസിന് എക്സാമ്പിളായിട്ട് എപ്പോഴും പറയാം കേട്ടോ. അടുത്ത ചോദ്യം, a transistor is a current controlled device because എന്തുകൊണ്ടാണ് ട്രാൻസിസ്റ്ററിനെ കറണ്ട് കൺട്രോൾ ഡിവൈസ് എന്ന് വിളിക്കുന്നത്? അപ്പം നമ്മൾ കറണ്ട് കൺട്രോൾ ഡിവൈസ് എന്ന് വിളിക്കുന്നത് എന്തുകൊണ്ടാണ്? അപ്പോൾ അത് മനസ്സിലാലോചിക്കുക എന്തുകൊണ്ടായിരിക്കും. അപ്പോൾ ഇതിൽ തന്നിട്ടുള്ളതൊക്കെ കുറേ മൂവ്മെൻറ്റ് ഓഫ് ചാർജ് കാരിയേഴ്സിൻ്റെ ഒക്കെ കാര്യങ്ങളാണ് അപ്പോൾ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ കൺഫ്യൂസ്ഡ് ആവാതിരിക്കാൻ നമ്മൾ ആദ്യം തന്നെ മനസ്സുകൊണ്ട് ആലോചിക്കുക എന്താണ് കറണ്ട് കൺട്രോൾ ഡിവൈസ് എന്ന് പറയാൻ കാരണം അതിൽ IB എന്ന് പറയുന്ന കറണ്ടാണ് ഔട്ട്പുട്ടിനെ കൺട്രോൾ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ IB കറണ്ടാണ് ICനെ കൺട്രോൾ ചെയ്യുന്നത്, അവസാനം വരുന്ന കളക്ടർ കറണ്ടിനെ കൺട്രോൾ ചെയ്യുന്നത്. അപ്പോൾ IB ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ് നമ്മുടെ ഉത്തരം. അപ്പോൾ അത്രയും മനസ്സിലായല്ലോ. ഇനി നമുക്ക് ഓപ്ഷൻസിലേക്ക് പോവാം. ഇൻ ദ ബേസ് റീജിയൻ മൂവ്മെന്റ് ഓഫ് ചാർജ് കാരിയേഴ്സ് ഇസ് ഡ്യൂ ടു ഇലക്ട്രോൺസ് വിച്ച് ആർ മൈനോറിറ്റി കാരിയേഴ്സ് ഇൻ ദി ബേസ് റീജിയൻ. അങ്ങനെ ഒരെണ്ണം കാണുന്നുണ്ട്. അടുത്തത് ബി, ഇൻ ദി കളക്ടർ റീജിയൻ മൂവ്മെന്റ് ഓഫ് ചാർജ് കാരിയേഴ്സ് ഇസ് ഡ്യൂ ടു ഇലക്ട്രോൺസ് വിച്ച് ആർ മൈനോറിറ്റി കാരിയേഴ്സ് ഇൻ ദി കളക്ടർ റീജിയൻ. Okay, അടുത്തത് സി, in the base region movement of charge carriers is due to holes which are majority carriers in the base region. അടുത്തത് ഡി, in the collector region movement of charge carriers is due to holes which are majority carriers in the base region. അപ്പോൾ നമ്മൾ ഇവിടെ എങ്ങനെയാണ് ഉത്തരം കണ്ടെത്തേണ്ടത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ ബേസ് റീജിയനിൽ ഒരു IB എന്ന് പറയുന്ന കറണ്ട് ഉണ്ടാവുന്നുണ്ട്. IB കറണ്ട് എന്തുകൊണ്ടായിരിക്കും ഉണ്ടാവുന്നത്? അവിടുത്തെ മൈനോറിറ്റി കാരിയേഴ്സ് കാരണമായിരിക്കും അല്ലേ? അപ്പോൾ ഇതിൽ ഏറ്റവും ഉത്തരത്തിനോട് അടുത്ത് നിൽക്കുന്നത് ഏതാണ്? അത് നമ്മൾ ചൂസ് ചെയ്യണം. ഓക്കെ, അപ്പോൾ നമുക്ക് ഉത്തരം നോക്കാം. ഉത്തരം എ ആണ്. കാരണം എന്താണ്? മൈനോറിറ്റി കാരിയേഴ്സ് കാരണം IB ഉണ്ടാവുന്നു എന്ന് പറയുന്നത് ഇതാണ്. ഇൻ ബേസ് റീജിയൻ മൂവ്മെന്റ് ഓഫ് ചാർജ് കാരിയേഴ്സ് ഇലക്ട്രോൺസ് കാരണം അത് മൈനോറിറ്റി കാരിയേഴ്സ് ആണെന്ന്. അപ്പോൾ ശരിയാണ്, മൈനോറിറ്റി കാരിയേഴ്സ് കാരണമാണ് അവിടെ മൂവ്മെന്റ് ഓഫ് ചാർജ് കാരിയേഴ്സ് ഉള്ളത്, അതുകൊണ്ട് അത് കറണ്ട് കൺട്രോൾ ഡിവൈസ് ആവുന്നു എന്ന് പറയുന്നത് അവിടെ ശരിയാണ്. ഇലക്ട്രോൺസ് എന്ന് പറയാൻ കാരണം ഇവർ NPN ട്രാൻസിസ്റ്റർ ആണ് എടുത്തിട്ടുള്ളത്, പക്ഷെ അതൊന്നും ക്വസ്റ്റ്യനിൽ വ്യക്തമല്ല NPN ആണോ PNP ആണോ എന്നുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്കിതൊക്കെ വായിക്കുമ്പോൾ കൺഫ്യൂഷൻ ആവും. അപ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു കാര്യം ആലോചിക്കുക, ബേസ് റീജിയനിൽ മൈനോറിറ്റി കാരിയേഴ്സ് കാരണമാണ് കറണ്ട് ഫ്ലോ ഉണ്ടാവുന്നത്. അപ്പോൾ അതുമായിട്ട് അടുത്ത് നിൽക്കുന്ന ആൻസർ ഏതാണ്? അത് എ ആണ്. ഇത് ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ് കേട്ടോ. അപ്പോൾ എന്താണ് ആൻസർ? ഇൻ എ ബൈപോളർ BJT ദി ബേസ് കറണ്ട് ഇസ് ഡ്യൂ ടു മൂവ്മെന്റ് ഓഫ് മൈനോറിറ്റി കാരിയേഴ്സ്. അതായത് NPN ട്രാൻസിസ്റ്റർ ആണെങ്കിൽ ഇലക്ട്രോൺസ് ഇൻ ദ ബേസ് ഓഫ് NPN ട്രാൻസിസ്റ്റർ. ദിസ് സ്മോൾ ബേസ് കറണ്ട് controls a larger current between collector and emitter, demonstrating the transistor's current controlled behavior. മനസ്സിലായല്ലോ അല്ലേ? അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. Third question, which of the following semiconductor materials is commonly used to construct LEDs? LEDs കൺസ്ട്രക്ട് ചെയ്യാൻ ഉപയോഗിക്കുന്നത് ഏതാണ്? അപ്പോൾ LEDs കൺസ്ട്രക്ട് ചെയ്യാൻ ഉപയോഗിക്കുക എന്ന് പറയുമ്പോൾ തന്നെ ആലോചിക്കുക, ഡയറക്റ്റ് ബാൻഡ് ഗ്യാപ്പ് സെമി കണ്ടക്ടേഴ്സ് ആണ് നമ്മൾ ഉപയോഗിക്കുക. അപ്പോൾ അതുകൊണ്ട് തന്നെ സിലിക്കണും ജെർമേനിയവും അപ്പം തന്നെ കട്ട്. ഇനി ഗാലിയം ആർസനൈഡ് നമ്മൾ യൂസ് ചെയ്യാറുണ്ട് കേട്ടോ. സിലിക്കൺ, ജെർമേനിയം, ഗാലിയം നൈട്രൈഡ് അല്ല, ഗാലിയം ആർസനൈഡ് ആണ് നമ്മൾ ഉപയോഗിക്കാറുള്ളത് LEDsന്. അപ്പോൾ ഉത്തരം എ ആണ്. ഗാലിയം ആർസനൈഡ് ഇസ് എ കോമ്പൗണ്ട് സെമി കണ്ടക്ടർ commonly used in the construction of LEDs due to direct band gap which allows efficient light emission. ഓക്കെ, അപ്പോൾ നമ്മൾ മുമ്പ് ഒരു സ്ലൈഡിൽ പറഞ്ഞിട്ടുണ്ട് എന്താ ഡയറക്റ്റ് ബാൻഡ് ഗ്യാപ്പ് സെമി കണ്ടക്ടേഴ്സ് എന്നൊക്കെ. അപ്പോൾ അത് പ്രകാരം സിലിക്കണും ജെർമേനിയും ഒക്കെ ഇൻഡയറക്റ്റ് ബാൻഡ് ഗ്യാപ്പ് ആണ്. ഗാലിയം ആർസനൈഡ് ആണ് ഇവിടെ ലൈറ്റ് എമിറ്റിംഗ് ഡയോഡായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയ സെമി കണ്ടക്ടർ. അടുത്ത ചോദ്യം,
What is a typical forward voltage drop of a red LED? Red LED ഫോർവേഡ് വോൾട്ടേജ് ഡ്രോപ്പ് എത്രയാണെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഈ വാല്യൂസ് അറിഞ്ഞിരിക്കണം കേട്ടോ. ഇത് 1.8 വോൾട്ട് ആണ്. ഓക്കെ, ഫോർവേഡ് വോൾട്ടേജ് ഡ്രോപ്പ് 1.8 വോൾട്ട് ആണ്. അത് ബ്ലൂ LED-യേക്കാളും വൈറ്റ് LED-യേക്കാളും കുറവാണ്. ഓക്കെ, അതും കൂടെ അറിഞ്ഞിരിക്കുക. അപ്പോൾ ഇനി വൈറ്റ് LEDസിൻ്റെ ഫോർവേഡ് വോൾട്ടേജ് ഡ്രോപ്പ് ചോദിക്കും. അങ്ങനെ കുറച്ചും കൂടെ ഇത് വരുന്നുണ്ട് കേട്ടോ, ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്, നമുക്ക് നോക്കാം. What is the primary advantage of using LEDs over traditional incandescent bulbs? അപ്പോൾ എന്താണ് LED-കൾ ഉപയോഗിക്കാൻ ഉള്ള അഡ്വാൻറ്റേജ് എന്താണെന്നാണ് ചോദിക്കുന്നത്. ഹയർ എനർജി കൺസംഷൻ ആണെങ്കിൽ നമ്മൾ ഉപയോഗിക്കില്ലല്ലോ അല്ലേ. ഷോർട്ടർ ലൈഫ് സ്പാൻ കുറവാണെങ്കിലും നമ്മൾ ഉപയോഗിക്കില്ല. ലോവർ എനർജി കൺസംഷൻ ആണോ, ഹയർ ഹീറ്റ് ജനറേഷൻ ആണോ? ഹയർ ഹീറ്റ് ജനറേഷൻ ആണെങ്കിലും നമ്മൾ ഉപയോഗിക്കില്ല. അപ്പോൾ എന്തായിരിക്കാം? ലോവർ എനർജി കൺസംഷൻ കാരണമാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. സോ ദി ആൻസർ ഇസ് സി. LEDs consume significantly less energy compared to traditional incandescent bulbs, leading to lower electricity bills and reduced environmental impact. അപ്പോൾ C is our answer. മനസ്സിലായല്ലോ അല്ലേ? അടുത്ത ചോദ്യം. In an LED circuit, what is the purpose of current limiting resistor? Current limiting resistorന്റെ purpose എന്താണെന്നാണ് ചോദിക്കുന്നത്. Option A, to increase the voltage across the LED. Option B, to decrease the current through the LED. C, to regulate the temperature of the LED. D, to filter noise in the circuit. ഇവിടെ നമുക്ക് കറണ്ട് ലിമിറ്റിംഗ് റെസിസ്റ്റർ എന്ന് പറഞ്ഞാൽ തന്നെ അറിയാമല്ലേ എന്താണ്? കറണ്ട് കുറയ്ക്കാനുള്ളതാണ്. അപ്പോൾ ദി ആൻസർ ഇസ് ബി, ടു ഡിക്രീസ് ദി കറണ്ട് ത്രൂ ദി LED. കറണ്ട് ലിമിറ്റിംഗ് റെസിസ്റ്റർ ഇസ് യൂസ്ഡ് ഇൻ സീരീസ് വിത്ത് LED ടു ലിമിറ്റ് ദി amount of current flowing through the LED, preventing it from burning out due to excessive current. ഓക്കെ, മനസ്സിലായല്ലോ അല്ലേ? അടുത്ത ചോദ്യം. What is the typical forward voltage drop of a white LED? അപ്പോൾ വൈറ്റ് LED നമ്മൾ മുമ്പ് പഠിച്ചു. റെഡ് LEDക്ക് 1.8 വോൾട്ട് ആണ്. അപ്പോൾ വൈറ്റ് LEDക്ക് അതിനേക്കാളും കൂടുതലാണെന്ന് നമ്മൾ പഠിച്ചു. അപ്പോൾ 1.8 വോൾട്ട് ആദ്യത്തെ ഓപ്ഷൻ. അപ്പോൾ അതല്ല എന്ന് നമുക്കറിയാം. 2 ആണോ, 3.2 ആണോ, 4 വോൾട്ട് ആണോ? അപ്പോൾ നമുക്ക് നോക്കാം ഉത്തരം എന്താണെന്ന്. ആൻസർ സി, 3.2 വോൾട്ട്. ഓക്കെ, അപ്പോൾ വൈറ്റ് LEDക്കകത്ത് 3.2 വോൾട്ട് ആണ് നമ്മൾ ഫോർവേഡ് വോൾട്ടേജ് ഡ്രോപ്പ് ഉണ്ടാവുക, ബിക്കോസ് ഓഫ് ദി മെറ്റീരിയൽസ് ആൻഡ് ടെക്നോളജി യൂസ്ഡ് ടു പ്രൊവൈഡ് white light. Okay, അടുത്ത ചോദ്യം. What is the primary advantage of a full wave rectifier over a half wave rectifier? Full wave rectifierന് ഹാഫ് വേവ് റെക്ടിഫയറിനേക്കാളും കൂടുതൽ എന്താ ഉള്ളത് നോക്കാം. ഹയർ എഫിഷ്യൻസി. അതെ, എഫിഷ്യൻസി കൂടുതലാണ്. ഇതൊരു ഉത്തരമാണ്. ഇതിലും നല്ല ഉത്തരം ഉണ്ടോ എന്ന് നോക്കാം. ലോവർ പീക്ക് ഇൻവേഴ്സ് വോൾട്ടേജ്, അതൊരു പ്രൈമറി അഡ്വാൻറ്റേജ് ആണോ എന്ന് പറയാൻ പറ്റുമോ? സിംപ്ലർ സർക്യൂട്ട് ഡിസൈൻ, ലോവർ ഔട്ട്പുട്ട് റിപ്പിൾ. ആക്ച്വലി ഇതൊക്കെ അഡ്വാൻറ്റേജ് തന്നെയാണ്, പക്ഷേ സിമ്പിളായിട്ടുള്ള സർക്യൂട്ട് ഡിസൈൻ ആണെന്ന് പറയാൻ പറ്റില്ല കേട്ടോ ഫുൾ വേവ് റെക്ടിഫയറിന്. അപ്പോൾ നോക്കാം അഡ്വാൻറ്റേജ് എന്താണ്. ആൻസർ ഹയർ എഫിഷ്യൻസി തന്നെയാണ്. ഓക്കെ, അപ്പോൾ അതൊരു പ്രൈമറി അഡ്വാൻറ്റേജ് ആണ്. ഔട്ട്പുട്ട് റിപ്പിൾ കുറവാണ്, സത്യമാണ്. പീക്ക് ഇൻവേഴ്സ് വോൾട്ടേജ് കുറവാണ്, പക്ഷേ അത് നമ്മൾ ബ്രിഡ്ജ് വരുമ്പോഴേ അങ്ങനെ പറയാൻ പറ്റുള്ളൂ. പീക്ക് ഇൻവേഴ്സ് വോൾട്ടേജ് സെൻറ്റർ ടാപ്പിൻ്റെ ആണെങ്കിൽ നമുക്കത് പറയാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ പ്രൈമറി അഡ്വാൻറ്റേജ് എപ്പോഴും നമ്മൾ ഹയർ എഫിഷ്യൻസി തന്നെയാണ് പറയുക. കാരണം എന്തുകൊണ്ടാണ്? ഫുൾ വേവ് റെക്ടിഫയറിനകത്ത് ഇപ്പോൾ ഇങ്ങനെ ഒരു ഇൻപുട്ട് തന്നിട്ടുണ്ടെങ്കിൽ, ഫുൾ വേവ് റെക്ടിഫയർ ആണെങ്കിൽ ബോത്ത് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് സൈക്കിൾസ് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ എഫിഷ്യൻസി അത്രയും കൂടുതലാണ്. ഓക്കെ, അപ്പോൾ എഫിഷ്യൻസി ആക്ച്വലി ഇരട്ടിയാണ് ഹാഫ് വേവ് റെക്ടിഫയറിനെക്കാട്ടിലും. ഓക്കെ, അപ്പോൾ ഹയർ എഫിഷ്യൻസിയാണ് പ്രൈമറി അഡ്വാൻറ്റേജ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റുക. അടുത്ത ചോദ്യം. What is the ripple factor for a full wave rectifier? Ripple factor എത്രയാണെന്നാണ് ചോദ്യം. 0.48 ആണോ, 1.11 ആണോ, 1.21 ആണോ, 0.5 ആണോ? ഇതൊക്കെ ആക്ച്വലി നമ്മുടെ വാല്യൂസ് തന്നെയാണ് കേട്ടോ, ഒക്കെ അറിഞ്ഞിരിക്കേണ്ട വാല്യൂസ് തന്നെയാണ്. അപ്പോൾ നമുക്ക് നോക്കാം റിപ്പിൾ ഫാക്ടർ എത്രയാണ് ഫുൾ വേവ് റെക്ടിഫയറിൻ്റെന്ന്. റിപ്പിൾ ഫാക്ടർ എത്രയാണ്? 0.48 ആണ്. ഈ 1.21 എന്ന് പറയുന്നത് എന്താണ്? അത് നമ്മുടെ ഹാഫ് വേവിൻ്റെ റിപ്പിൾ ഫാക്ടറാണ് കേട്ടോ. 1.11 ഫോം ഫാക്ടറാണ്. അപ്പോൾ ഇത് കൂടെ അറിഞ്ഞിരിക്കുക, ഹാഫ് വേവിൻ്റെ റിപ്പിൾ ഫാക്ടറും കൂടെ അറിഞ്ഞിരിക്കുക, ഫുൾ വേവിൻ്റെ റിപ്പിൾ ഫാക്ടറും ഹാഫ് വേവിൻ്റെ റിപ്പിൾ ഫാക്ടറും കൂടെ അറിഞ്ഞിരിക്കുക. ഇത് ഹാഫ് വേവിൻ്റെയാണ്, ഇത് ഫുൾ വേവ് റെക്ടിഫയറിൻ്റെയാണ്. ഓക്കെ, അപ്പോൾ അടുത്തത്, അതായത് റിപ്പിൾ ഫാക്ടർ കുറവാണ് എന്ന് പറഞ്ഞാൽ എന്താണ്? റിപ്പിൾ കുറവാണെന്നർത്ഥം. ഓക്കെ, അടുത്തത്. What is the efficiency of a full wave rectifier? ഫുൾ വേവ് റെക്ടിഫയറിൻ്റെ എഫിഷ്യൻസി എത്രയാണ്? 50% ആണോ? അല്ല. 81.2% ആണോ? അതെ. 170 ഒന്നും അല്ല. ഓക്കെ, വാട്ട് ഇസ് എഫിഷ്യൻസി?
അപ്പോൾ 81.2% ആണ് എഫിഷ്യൻസി ഓഫ് എ ഫുൾ വേവ് റെക്ടിഫയർ. ഹാഫ് വേവ് റെക്ടിഫയറിൻ്റെയോ പകുതി ആയിരിക്കുന്നത് നമ്മൾ പഠിച്ചു അല്ലേ, അത് 40.6% ആണ് കേട്ടോ. അതിൻ്റെ ഇരട്ടിയാണ് 81.2 എന്ന് ഓർത്തു വയ്ക്കുക. ഓക്കെ, അതായത് എഫിഷ്യൻസി കൂടുതലാണ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഇൻപുട്ട് പവറിലെ കുറേ ഭാഗം ഡി സി പവറായി കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞു. റെക്ടിഫയർ എന്താണ് ചെയ്യുക, എ സിനെ ഡി സി ആക്കല്ലേ ചെയ്യുക. അപ്പോൾ എ സിനെ ഇൻപുട്ടായി വരുന്ന എ സിയുടെ കൂടുതൽ ഭാഗവും ഔട്ട്പുട്ടായി മാറിക്കഴിഞ്ഞു, ഡി സി പവറായി മാറിക്കഴിഞ്ഞു എന്നാണ് എഫിഷ്യൻസി കൂടുതലാണ് എന്ന് പറയുന്നതിൻ്റെ അർത്ഥം കേട്ടോ. അടുത്ത ചോദ്യം, in a full wave rectifier, what is the frequency of the output ripple compared to the input AC signal? അപ്പോൾ ഫുൾ വേവ് റെക്ടിഫയറിൽ ഫ്രീക്വൻസി ഓഫ് ഔട്ട്പുട്ട് റിപ്പിൾ എന്താണെന്നാണ് ചോദിക്കുന്നത്. സെയിം ആസ് ഇൻപുട്ട് ഫ്രീക്വൻസി ആണോ? ആയിരിക്കില്ല കേട്ടോ. ഹാഫ് ഓഫ് ഇൻപുട്ട് ഫ്രീക്വൻസി ആണോ? അല്ല. ട്വൈസ് ഇൻപുട്ട് ഫ്രീക്വൻസി ആണോ? അതെ. നൺ ഓഫ് ദി എബവ് ആണോ? അപ്പോൾ ട്വൈസ് ഇൻപുട്ട് ഫ്രീക്വൻസി ആണ് അതിൻ്റെ ആൻസർ. എന്തുകൊണ്ടാണ് ട്വൈസ് ഇൻപുട്ട് ഫ്രീക്വൻസി ആവുന്നത്? കാരണം ഒരു ഫുൾ വേവ് റെക്ടിഫയറിൽ മുമ്പ് പറഞ്ഞതുപോലെ തന്നെ പോസിറ്റീവ് സൈക്കിളും നെഗറ്റീവ് സൈക്കിളും കൂടെ വരുന്നുണ്ട് അല്ലേ. അപ്പോൾ ഇവിടെ ഇതിൻ്റെ ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ എന്താ, ഒരു കംപ്ലീറ്റ് സൈക്കിൾ പോകുന്നത്, ഇപ്പോൾ ഇവിടെ ഇതിൻ്റെ ഫ്രീക്വൻസി എന്ന് പറയുന്നത് 50 ഹെർട്സ് ആണെങ്കിൽ ഇവിടെ ഇതിൻ്റെ ടൈം പീരീഡ് എന്ന് പറയുന്നത് എന്തായിരിക്കും, 1/50 ആയിരിക്കും ടൈം പീരീഡ് കേട്ടോ. അപ്പോൾ ഇവിടെ ഒരു സൈക്കിളിൻ്റെ ടൈം പീരീഡ് എത്രയായിട്ട് കുറഞ്ഞു? പകുതിയായിട്ട് കുറഞ്ഞു. ഓക്കെ, 1/100 ആയിട്ട് കുറഞ്ഞു. എന്ന് വെച്ചാൽ ഫ്രീക്വൻസി എത്രയായിട്ട് കൂടിയിട്ടുണ്ട്? ഫ്രീക്വൻസി 100 ഹേർട്സ് ആയിട്ട് കൂടിയിട്ടുണ്ട്, ഇരട്ടി ആയിട്ടുണ്ട്. മനസ്സിലായല്ലോ അല്ലേ. അടുത്ത ഇത് വരുന്നത് ഇവിടെ അല്ലേ, അപ്പോൾ അത് 100 ഹേർട്സിൻ്റെ സംഭവമാണ് വരുന്നത്, ഫ്രീക്വൻസി ഉള്ള ഒരു ഔട്ട്പുട്ട് റിപ്പിളാണ് ഈ വരുന്നത്. അപ്പോൾ ദ ഫ്രീക്വൻസി ഹാസ് ഡബിൾഡ്. ഓക്കെ, ഇറ്റ്സ് ട്വൈസ് ഇൻപുട്ട് ഫ്രീക്വൻസി ആണ് ഔട്ട്പുട്ട് റിപ്പിൾ ഫ്രീക്വൻസി ഓഫ് എ ഫുൾ വേവ് റെക്ടിഫയർ എന്ന് പറയുന്നത്. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. Which of the following is not a feature of LM7805 voltage regulator? അപ്പോൾ 7805 റെഗുലേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അതൊരു പോസിറ്റീവ് റെഗുലേറ്റർ ആണ്. 78 ആയതുകൊണ്ട് തന്നെ പോസിറ്റീവ്, ഇത് 05 ആയതുകൊണ്ട് തന്നെ 5 വോൾട്ട്, പോസിറ്റീവ് 5 വോൾട്ട് ഔട്ട്പുട്ട് തരുന്ന ഒരു വോൾട്ടേജ് റെഗുലേറ്റർ ആണ് ഇത്. ഒരു ഫിക്സഡ് റെഗുലേറ്റർ ആണ്, ഫിക്സഡ് വോൾട്ടേജ് റെഗുലേറ്റർ ആണ്. ഇത്രയും കാര്യങ്ങളാണ് LM7805നെ കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ അതിനകത്ത് എന്താണ് ഫീച്ചർ അല്ലാത്തതെന്നാണ് ചോദിക്കുന്നത്. ഓവർലോഡ് പ്രൊട്ടക്ഷൻ ഒക്കെ ഉണ്ടാവും അതിന്. തെർമൽ ഷട്ട് ഡൗൺ ഉണ്ട്. അഡ്ജസ്റ്റബിൾ ഔട്ട്പുട്ട് വോൾട്ടേജ് ആണോ? അല്ല. +5 വോൾട്ട് അതിൻ്റെ കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള ഔട്ട്പുട്ട് വോൾട്ടേജ് ആണ്. ഓക്കെ, ഷോർട്ട് സർക്യൂട്ട് പ്രൊട്ടക്ഷനും അതിനുണ്ടാവും. അപ്പോൾ ഇല്ലാത്തത് എന്താണ്? അഡ്ജസ്റ്റബിൾ ഔട്ട്പുട്ട് വോൾട്ടേജ് ആണ്. ഓക്കെ, സോ അവർ ആൻസർ സി, അഡ്ജസ്റ്റബിൾ ഔട്ട്പുട്ട് വോൾട്ടേജ് ഇല്ല 7805 വോൾട്ടേജ് റെഗുലേറ്ററിന്. ഓക്കെ, ഇറ്റ് പ്രൊവൈഡ്സ് എ ഫിക്സഡ് 5 വോൾട്ട് ഔട്ട്പുട്ട് വോൾട്ടേജ്. ഓക്കെ, അഡ്ജസ്റ്റബിൾ റെഗുലേറ്റർ വേണമെങ്കിൽ നമ്മൾ LM317 ഒക്കെ പോലത്തെ വേരിയബിൾ റെഗുലേറ്റേഴ്സ് യൂസ് ചെയ്യണം, അഡ്ജസ്റ്റബിൾ റെഗുലേറ്റേഴ്സ് യൂസ് ചെയ്യണം കേട്ടോ. അടുത്ത ചോദ്യം, what is the typical output current capability of LM7805? അപ്പോൾ ഇങ്ങനത്തെ ചോദ്യങ്ങളും ചില സമയങ്ങളിൽ ചോദിക്കാറുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇതൊക്കെ ഡേറ്റ ഷീറ്റിലുള്ള ചോദ്യങ്ങളാണ്. നമ്മൾ ലാബിൽ ചെയ്യുമ്പോൾ ഇതൊക്കെ അറിഞ്ഞിരിക്കണം, ഡിസൈൻ പോയിന്റ് ഓഫ് വ്യൂവിൽ ഇതൊക്കെ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ്. അപ്പോൾ ഇങ്ങനത്തെ ചോദ്യങ്ങളും ഇപ്പോൾ കുറച്ച് നാളുകളായിട്ട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇങ്ങനത്തെ കാര്യങ്ങളും കൂടെ കുറച്ചും കൂടെ കാര്യങ്ങളൊന്ന് അറിഞ്ഞിരിക്കാം. ഒരു ഇതിനെക്കുറിച്ച് പഠിക്കുമ്പോൾ, ഒരു IC കുറിച്ച് പഠിക്കുമ്പോൾ നമ്മൾ അതിനെക്കുറിച്ചുള്ള കുറച്ചും കൂടെ കാര്യങ്ങൾ നോക്കി പോകണം. ഇപ്പോൾ അങ്ങനെയൊക്കെ കുറച്ചും കൂടെ ഉള്ളിൽ നിന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഔട്ട്പുട്ട് കറണ്ട് കേപ്പബിലിറ്റി എത്രയാണ്? 500 മില്ലി ആംപിയർ ആണോ, 1 ആംപിയർ ആണോ, 1.5 ആംപിയർ ആണോ, 2 ആംപിയർ ആണോ എന്നാണ് ചോദ്യം. ആൻസർ ഇസ് 1 ആംപിയർ. ഓക്കെ, അപ്പോൾ അതായത് ഔട്ട്പുട്ട് കറണ്ട് കേപ്പബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? അതിന് 1 ആംപിയർ വരെ ഔട്ട്പുട്ട് കറണ്ട് കൊടുക്കാൻ പറ്റും എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ 1 ആംപിയർ ആണ് ഔട്ട്പുട്ട് കറണ്ട് കേപ്പബിലിറ്റി ഓഫ് 7805. അതൊന്ന് ആ വാല്യൂ അത് നോട്ട് ചെയ്ത് പഠിച്ച് വെച്ച് തന്നെ, റോട്ടായിട്ട് പഠിച്ച് വെച്ച് തന്നെ പോകണം കേട്ടോ. അടുത്ത ചോദ്യം, ഇൻ വിച്ച് പാക്കേജ് ഇസ് 7805 കോമൺലി അവൈലബിൾ ആയിട്ടുള്ള പാക്കേജ് ഏതാണെന്ന് ചോദിച്ചാൽ, നിങ്ങൾ മിക്കവാറും മിനി പ്രോജക്റ്റ്, മൈക്രോ പ്രോജക്റ്റ് എന്നൊക്കെ പറയുന്നതിൽ ഈ 7805 എന്ന് പറയുന്ന റെഗുലേറ്റർ നമ്മൾ എവിടെയെങ്കിലുമൊക്കെ യൂസ് ചെയ്യുന്നുണ്ടാവും. ഓക്കെ, അപ്പോൾ അതിനകത്ത് നമ്മൾ കാണുന്ന പാക്കേജ് ആക്ച്വലി TOയുടെ പാക്കേജാണ്. ഓക്കെ, TO എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രാൻസിസ്റ്റർ ഔട്ട്ലൈൻ പാക്കേജാണ്. 220 ആണ്, TO 220ലാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ 7805 is commonly available in TO220 package, which allows for better heat dissipation, especially when providing higher output currents. അപ്പോൾ TO220ലാണ് ഇത് കോമൺലി അവൈലബിൾ ആയിട്ട് ഉള്ളത്. ഓക്കെ, 7805 എന്ന് പറയുന്നത്. അടുത്തത്, what is the typical dropout voltage of
LM7805. അപ്പോൾ 7805യുടെ ഡ്രോപ്പ് ഔട്ട് വോൾട്ടേജ് എത്രയാണെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ എന്താണ് ഈ ഡ്രോപ്പ് ഔട്ട് വോൾട്ടേജ് എന്ന് പറയുന്നത്? ഡ്രോപ്പ് ഔട്ട് വോൾട്ടേജ് എന്ന് പറയുന്നത് ഒരു വോൾട്ടേജ് ഡ്രോപ്പാണ്. അതായത് ഇത് മര്യാദയ്ക്ക് ആക്റ്റീവ്ലി ഔട്ട്പുട്ട് വോൾട്ടേജിനെ റെഗുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇതിൽ നമ്മൾ എന്താ പറയുക, 5 വോൾട്ട് ഔട്ട്പുട്ട് വന്നുകൊണ്ടിരിക്കുന്നതാണ് പറയുന്നത് അല്ലേ. ഇൻപുട്ട് എന്തോ കൊടുക്കുന്നു, 5 വോൾട്ട് പ്ലസ് 5 വോൾട്ട് DC സപ്ലൈ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു. റെഗുലേറ്റഡ് DC നമുക്ക് ഔട്ട്പുട്ട് കിട്ടിക്കൊണ്ടിരിക്കുന്നു എന്നാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഒരു മിനിമം ഡിഫറൻസ് ഓഫ് വോൾട്ടേജ് വേണം ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് തമ്മിൽ മര്യാദയ്ക്ക് സ്റ്റഡി ആയിട്ടുള്ള ഒരു ഔട്ട്പുട്ട് വരണമെങ്കിൽ. അത് എത്രയായിരിക്കണം എന്നാണ് ചോദിക്കുന്നത്. ഡിഫറൻസ് ഇൻ ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് വോൾട്ടേജ് ഫോർ എ സ്റ്റഡി ആൻഡ് സ്റ്റേബിൾ ഔട്ട്പുട്ട് എന്നാണ് ചോദിക്കുന്നത്. ഡ്രോപ്പ് ഔട്ട് വോൾട്ടേജ് ആക്ച്വലി 0.5 പോരാ, 1 വോൾട്ട് പോരാ, ഒരു 2 വോൾട്ട് എങ്കിലും വേണം കേട്ടോ. 7805ന് 3 വോൾട്ടും പോരാ. അതായത് 2 വോൾട്ട് എങ്കിലും വേണമെന്ന് പറയുന്നത് ഒരു 7 വോൾട്ടെങ്കിലും ഇൻപുട്ട് ഉണ്ടെങ്കിലേ 5 വോൾട്ടെങ്കിലും ഔട്ട്പുട്ട് മര്യാദയ്ക്ക് തരാൻ പറ്റുള്ളൂ എന്ന്. ഓക്കെ, റെഗുലേറ്റഡ് ആയിട്ടുള്ള ഔട്ട്പുട്ട് കിട്ടണമെങ്കിൽ ഒരു 7 വോൾട്ട് എങ്കിലും ഉണ്ടെങ്കിൽ കുറച്ച് ഡ്രോപ്പൊക്കെ കഴിഞ്ഞ് 5 വോൾട്ട് നമുക്ക് കിട്ടുള്ളൂ എന്നാണ് ഈ പറയുന്നത്. ഓക്കെ, അപ്പോൾ ദ ആൻസർ ഇസ് 2 വോൾട്ട്. Okay, so it has a dropout voltage of around 2 volt, meaning the input voltage must be at least 7 volt for proper regulation of 5 volt output. Okay, മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അടുത്ത ചോദ്യം, which of the following capacitors are recommended for stable operation of LM7805? 7805ൽ ഏതൊക്കെ കപ്പാസിറ്റേഴ്സ് ആണ് നമ്മൾ ഇൻപുട്ടിലും ഔട്ട്പുട്ടിലും വെക്കുക മര്യാദയ്ക്ക് സ്റ്റേബിൾ ആയിട്ട് അത് ഓപ്പറേറ്റ് ചെയ്യണമെങ്കിൽ എന്നാണ് ചോദിക്കുന്നത്. 0.1 microfarad at input and 1 microfarad at output, 1 microfarad at input and 0.1 microfarad at output, 10 microfarad at both input and output. No capacitors are needed. Actually കപ്പാസിറ്റർ ആവശ്യമുണ്ട്. നമുക്ക് ഈ എയും ബിയും ആണ് ഇവിടെ ഇത്തിരി കൺഫ്യൂസിങ് ആയിട്ടുള്ള ഓപ്ഷൻസ് ആയിട്ട് വരുന്നത്. നമ്മളിത് ചെയ്തിട്ടുള്ളവരാണെങ്കിൽ പോലും നമ്മുടെ ഇപ്പോൾ പ്രോജക്റ്റിൽ നമ്മൾ ചെയ്തിട്ടുണ്ടാവും, ചിലപ്പോൾ ലാബിൽ നമ്മളിത് ചെയ്തിട്ടുണ്ടാവും. പക്ഷെ എന്നാൽ പോലും നമുക്ക് 0.1ഉം 1ഉം ഉപയോഗിച്ചു എന്ന് അറിയുണ്ടാവും. എവിടെയാണ് 0.1, എവിടെയാണ് 1, ഇൻപുട്ടിലാണോ ഔട്ട്പുട്ടിലാണോ എന്നുള്ളത് നമ്മുടെ ഡൗട്ടിലുണ്ടാവും കേട്ടോ. അപ്പോൾ ആക്ച്വലി ഇതൊന്ന് ഓർത്ത് വെച്ചിട്ട് തന്നെ പോവുക. അതായത് എ ആണ് ഓപ്ഷൻ 0.1ൽ ഇൻപുട്ടിൽ. ഓക്കെ, 0.1ൽ നമ്മളൊരു സെറാമിക് കപ്പാസിറ്ററാണ് ഉപയോഗിച്ചതെന്ന് ഓർത്തുക്കുക. 1 മൈക്രോഫാരഡിൻ്റെ ഇലക്ട്രോലൈറ്റിക് കപ്പാസിറ്ററാണ് ഔട്ട്പുട്ടിൽ ഉപയോഗിച്ചതെന്നും ഓർക്കുക. ഓക്കെ, അപ്പോൾ അങ്ങനെ ഓർക്കുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ ചിലപ്പോൾ ഓർമ്മ നിൽക്കാൻ പറ്റും. അപ്പോൾ 0.1 മൈക്രോഫാരഡിൻ്റെ സെറാമിക് ആയിട്ടുള്ള കപ്പാസിറ്ററാണ് ഇൻപുട്ടിൽ, 1 മൈക്രോഫാരഡിൻ്റെ ഇലക്ട്രോലൈറ്റിക് ആയിട്ടുള്ള കപ്പാസിറ്ററാണ് ഔട്ട്പുട്ടിൽ യൂസ് ചെയ്യുക എന്നുള്ളത് ഒന്ന് ഓർത്ത് വെച്ചിട്ട് പോവുക. ഓക്കെ, അടുത്ത ചോദ്യം, which component is commonly used as a main switching element in a low power SMPS operating in the 20 kHz to 100 kHz range? ഓക്കെ, അപ്പോൾ SMPS എന്താണ്? സ്വിച്ച് മോഡ് പവർ സപ്ലൈ ആണ്. അത് 20 kHz മുതൽ 100 kHz വരെയുള്ള റേഞ്ചിൽ ഏതാണ് മെയിൻ ആയിട്ടുള്ള സ്വിച്ചിങ് എലമെൻറ്റ് SMPSൽ ഉണ്ടാവുക എന്നാണ് ചോദ്യം. തൈറിസ്റ്റർ ആണോ, മോസ്ഫെറ്റ് ആണോ, ട്രയാക്ക് ആണോ, UJT ആണോ എന്നാണ് ചോദ്യം. അപ്പോൾ SMPSുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള സ്വിച്ചിങ് എലമെൻറ്റ് എപ്പോഴും മോസ്ഫെറ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ ബി മോസ്ഫെറ്റ് ആണ് ഉത്തരം. MOSFETs are commonly used as switching elements in low power SMPS due to their fast switching capabilities and efficiency at high frequencies. Okay, MOSFET is the answer. Next question. In an SMPS, what is the function of a feedback loop? Feedback loop എന്തിനാണ് SMPS എന്നാണ് ചോദിക്കുന്നത്. To regulate the input voltage, to regulate the output current, to stabilize the output voltage, to control the switching frequency. എന്തിനാണ് ഫീഡ്ബാക്ക് ലൂപ്പ് നമ്മൾ ഉപയോഗിക്കുന്നതെന്നാണ് ചോദ്യം. അപ്പോൾ എന്തിനാണ് SMPS ഉപയോഗിക്കുന്നത്? എന്തിനാണ്? സ്വിച്ച് മോഡ് പവർ സപ്ലൈ ആണ്. ഔട്ട്പുട്ട് വോൾട്ടേജ് സ്റ്റെബിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളിതൊക്കെ ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഫീഡ്ബാക്ക് ലൂപ്പും ഉള്ളത്. To stabilize the output voltage. Feedback loop in SMPS compares the output voltage with the reference voltage and adjusts the duty cycle of the switching device to maintain a stable output voltage. ഒരു stable output voltage കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ഫീഡ്ബാക്ക് ലൂപ്പൊക്കെ നമ്മൾ SMPSൽ ഉപയോഗിക്കുന്നത്. അടുത്ത ചോദ്യം, which switching technology is commonly used in low power SMPS? അപ്പോൾ ലോ പവർ SMPSൽ ഏത് സ്വിച്ചിങ് ആണ് യൂസ് ചെയ്യുന്നത്? ഫ്ലൈ ബാക്ക് ആണോ, ഫോർവേഡ് ആണോ, പുഷ് പുൾ ആണോ, ഹാഫ് ബ്രിഡ്ജ് ആണോ? ഏത് ടോപ്പോളജിയാണ് ഉപയോഗിക്കുന്നതെന്നാണ് ചോദ്യം. അപ്പോൾ നമുക്കറിയാം ലോ പവർ SMPS ആകുമ്പോൾ ഫ്ലൈ ബാക്ക് ആണ് നമ്മൾ മിക്കവാറും ഉപയോഗിക്കാറുള്ളത്. ഓക്കെ, the answer is flyback technology. Okay, flyback technology ആണ് യൂസ് ചെയ്യുക because of its simplicity and ability to provide electrical isolation between input and output. ഫ്ലൈബാക്കിലാണെങ്കിൽ ഇൻപുട്ടും ഔട്ട്പുട്ടും തമ്മിൽ ബന്ധമില്ലാത്ത പോലെ നമുക്ക് ഔട്ട്പുട്ട് എടുക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ
ലോ പവർ SMPSൽ ഫ്ലൈ ബാക്ക് സ്വിച്ചിങ് ടോപ്പോളജിയാണ് നമ്മൾ ഉപയോഗിക്കാറുള്ളത്. അടുത്ത ചോദ്യം ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ഈ ഭാഗത്തിൽ. What is the typical switching frequency range of an SMPS? 100 Hz to 1 kHz ആണോ, 1 kHz to 10 kHz ആണോ, 10 kHz to 100 kHz ആണോ, 100 kHz to 1 MHz ആണോ എന്നാണ് ചോദ്യം. അപ്പോൾ ആൻസർ ഡി ആണ്. SMPS ആക്ച്വലി 100 kHz മുതൽ 1 MHz വരെയാണ് സ്വിച്ച് ചെയ്യുക. ആ ഭാഗങ്ങളിലൊക്കെയാണ് ഓപ്പറേറ്റ് ചെയ്യുക. അപ്പോൾ അതിനോടൊപ്പം തന്നെ അറിയുക സ്മോളർ ട്രാൻസ്ഫോമർ സൈസാണ് അതിനുണ്ടാവുക ആൻഡ് ഇംപ്രൂവ്ഡ് എഫിഷ്യൻസിയും ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഇറ്റ് ഓപ്പറേറ്റ്സ് അറ്റ് സ്വിച്ചിങ് ഫ്രീക്വൻസീസ് ഓഫ് 100 kHz to 1 MHz. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊന്നും അറിഞ്ഞിരിക്കുക. ഇപ്പോൾ ഇത്രയും നമ്മൾ ഡിസ്കസ് ചെയ്തതിൽ എന്തെങ്കിലും ഡൗട്ടുകളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. താങ്ക് യു.